ക്രാഷ് ബാരിയറിന്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ NH66 വർക്ക് നടക്കുന്ന കൊളപ്പുറം കൂരിയാട് ഭാഗത്താണ്. കൊളപ്പുറം കൂരിയാട് ഭാഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ മാറ്റങ്ങൾ കുറേ ഭാഗത്ത് ഇതുപോലുള്ള ഫൈബറിൻ്റെ ക്രാഷ് ബാരിയറുകൾ വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാം, ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പുതിയ മാറ്റങ്ങളാണ്. അപ്പോൾ ഇന്ന് ഈ ഭാഗത്തുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്, ഇവിടുന്ന് അങ്ങോട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, ഇവിടുന്ന് അങ്ങോട്ട് പാലം, പഴയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത്. പഴയ പാലം പുതുക്കി പണിതാണ്. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്ത് 2 ലൈനായിട്ടാണ് റോഡുകൾ പോകുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കാട് ഭാഗത്തു നിന്ന് ഹൈവേയിലേക്ക് കയറി വരുന്നൊരു ഭാഗമാണ്. അവിടുന്ന് ഇതുപോലെ ലൈനായിട്ട് ഇതുപോലെ ഇത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, ആ ബസ്സൊക്കെ ഇറങ്ങിപ്പോയത് അങ്ങനെയുള്ള ഭാഗത്തൂടെയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കൂരിയാട് പാടത്ത് പുതുതായിട്ട് വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ്, വർക്കിൻ്റെ പുതുതായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ ഫിനിഷിങ് വർക്കുകൾ ഉണ്ട്, ക്ലീൻ ചെയ്യാനുള്ള അങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ഒരുപാടുണ്ട്. ഇവിടെ ശരിക്കും ഒരു 2 വണ്ടിക്കൊക്കെ പോകാനുള്ള വീതിയുണ്ട്. പക്ഷെ ഇത്രയും ഭാഗം ഇവിടെ അടച്ചു വെച്ച പോലെയാണ്. ഇവിടെ കാണാൻ നമുക്ക് ഡ്രൈനേജിൻ്റെ ബാക്കി ഭാഗം വർക്ക് നടക്കാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടാണ് 2 ലൈനായിട്ട് മാറുന്നത്. ഹൈവേൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് നടക്കുന്നത് തന്നെ. ഇവിടുന്ന് കാണാം നമുക്ക് 2 ലൈനായിട്ട്. അപ്പോൾ ഇന്ന് വെയിലില്ലാത്തതുകൊണ്ട് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും. നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ഒരു വഴി, ഹൈവേയിലേക്ക് കയറാനുള്ള ഒരു എൻട്രി പോയിൻ്റ്. ഇവിടെ 2 സൈഡിലും ഇതുപോലെ ട്യൂബ്ലെസ് മാർക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും ടാറിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കാണാൻ നമുക്ക് റോഡിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് ഇത് വെച്ചിട്ടുള്ളത്. വാഹനങ്ങളൊക്കെ നല്ല വേഗതയിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ബോർഡുകളൊക്കെ വെച്ച് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പുതിയൊരു മാറ്റം നിങ്ങൾക്ക് കാണിക്കാം വിചാരിച്ച്. ഇവിടെ കാണാൻ നമുക്ക് ഈ പുതുതായിട്ട് ഈ സൈഡിൽ ഒരു ചെറിയൊരു വാളും കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്താണ് പോകാനുള്ളത്. പാടത്ത് ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട് ആ ഭാഗത്ത്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇതുപോലുള്ള ഇത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടെ പുതുതായിട്ട് വന്നത്. കാണാം നമുക്ക് ഇവിടെ 2 സൈഡിലൂടെ വാഹനങ്ങൾ നല്ല വേഗതയിൽ പോകുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ടും ഇതുപോലെ പാലത്തിൻ്റെ മുകളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, പാലത്തിൻ്റെ മുകളിൽ നമ്മുടെ വേങ്ങര ഭാഗത്തുനിന്ന് വരുന്ന ബസ്സാണത്. അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ കടന്നു വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എൻട്രി ആയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ മാർക്കർ വെച്ച് കൊണ്ടുവന്നുള്ളത്. പിന്നെ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ നമ്മുടെ കക്കാട് ഭാഗത്തേക്ക് കയറിപ്പോണ ഈ ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുറച്ച് ഭാഗത്ത് വെക്കാനുണ്ട് തോന്നുന്നത്, അങ്ങോട്ട് വെച്ചിട്ടില്ല. ഇങ്ങനെയുള്ള വർക്കുകളൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിയാട്, കക്കാട് നിന്ന് വരുന്ന ഭാഗത്ത് കൂരിയാട് പാലത്തിൻ്റെ മുൻഭാഗത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. വളരെ ദൂരത്തിൽ ഇങ്ങനെ മാർക്കറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാലത്തിൻ്റെ അങ്ങോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പാടത്ത് ഭാഗത്ത് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ പാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് മുൻഭാഗത്തേക്ക്. ഇവിടെ കാണാം ലൈൻ മാർക്കിംഗ് ഒക്കെ, ഇവിടേക്ക് ഫുള്ളായിട്ട് ലൈൻ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടാണ് 3 ലൈനായിട്ട് ലൈൻ മാർക്കിംഗ് നടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് പാലം, ഇവിടെ നിന്നുള്ള അണ്ടർപാസിൻ്റെ മുകളിലൂടെ വരുന്ന ഭാഗത്തേക്ക് അവിടുന്ന് അങ്ങോട്ടുള്ള വഴിയിലൊക്കെ 3 ലൈനായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് കാണാം ഇനി ക്രഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ടാറിങ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടാണ് പുഴയിലേക്കൊക്കെ പോകുന്ന ഒരു ചെറിയൊരു സർവീസ് റോഡിൻ്റെ ഭാഗമുണ്ട്.
കാരണം നമുക്ക് ഇവിടെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ അവിടുന്ന് ദൂരം കാണിച്ച് വേങ്ങര ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഭാഗം. ഇതാണ് വളരെ ദൂരത്തിൽ ഇങ്ങനെ ഈ ഇത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട്. മഞ്ഞയും ചുവപ്പും മഞ്ഞ് കറുപ്പും പെയിന്റുകൾ, ക്രഷ് ബാരിയറിന് ഇവിടെ ഇങ്ങനെ ചുവപ്പും വെള്ളയും പെയിന്റുകൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ആളുകൾ ഇടിച്ചിടാതെ കുറേ കാലം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരിക്കും. അപ്പോഴേക്കും നമ്മളെ ആളുകളല്ലേ വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇടിക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇതിൻ്റെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്രാഷ് ബാരിയറിന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ വേങ്ങര ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. കോഴിക്കോട് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് വരുന്നത്. അവിടെ ഒരു ഭാഗത്ത് ടാറിംഗ് ഒക്കെ കഴിഞ്ഞിരുന്ന്. അപ്പോൾ ഇനി ബാക്കി എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇവിടെയാണ് ബോർഡ് കൊടുത്ത് കക്കാട്, ചെമ്മാട്, കന്യാകുമാരി പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ. ഇവിടെ കാണാം നമുക്ക് സർവീസ് റോഡിൻ്റെ ഭാഗത്ത് വേങ്ങര മലപ്പുറം പറഞ്ഞൊരു ബോർഡുകളുണ്ട്. ആ കാണുന്ന അണ്ടർപാസിൻ്റെ ഉള്ളിലൂടെയാണ് വേങ്ങര മലപ്പുറം ഭാഗത്തേക്കൊക്കെ പോവുക. അപ്പോൾ നമ്മൾ അണ്ടർപാസ് കൊടുത്ത ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴോട്ട് നോക്കുമ്പോൾ ഇതാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് കാണാം നമുക്ക്. ഇത് ചമ്മാട് ഭാഗത്തേക്ക് ഉള്ള പോകുന്ന വാഹനങ്ങൾ. അവിടെ ഒരു സൈഡിൽ മാത്രം ടാറിങ് കഴിഞ്ഞിരുന്ന് ആ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടിരുന്ന്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഭാഗത്ത് എന്താണ് വർക്കുകൾ, ഇപ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാം കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. അത് ലൈറ്റിൻ്റെ കാലൊക്കെ കൊടുക്കാൻ വേണ്ടിയുള്ള ഭാഗമാണ്. ഇവിടേക്ക് വരുമ്പോൾ കാണാം നമുക്ക് വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഈ ഇടത് സൈഡിലൂടെ വരുന്നത്. ഇനി വലത് ഭാഗത്താണ് മണ്ണ് ഫില്ലിങ് ഉണ്ടായിരുന്നു. ബാക്കി അതിൻ്റെ വർക്കുകൾ കഴിയാറായിട്ടുണ്ട്. മണ്ണ് ഫില്ലിങ് വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. വർക്കുകൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇവിടെ മണ്ണ് ലെവൽ ചെയ്യുന്നത് കാണാം. ഏകദേശം ആയിട്ടുണ്ട് എന്ന് പറയാം. വളരെ കുറഞ്ഞ ഭാഗത്ത് ഈ ഭാഗത്തിൽ കുറച്ച് മാത്രം മണ്ണ് ഫില്ലിങ് ബാക്കിയുള്ളൂ. അവിടെ എല്ലാ വാഹനങ്ങളും ഉണ്ട്. മണ്ണ് കൊണ്ടുവന്ന് ഇറക്കുന്ന വാഹനങ്ങളുണ്ട് കൊടുക്കുന്ന. പിന്നെ റോഡ് റോളറ്, NRCൻ്റെ ഹിറ്റാച്ചുകൾ, എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. എല്ലാം വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്കിന് വേണ്ടിയുള്ള കട്ടകൾ കൊണ്ടുവന്ന് ഹിറ്റാച്ചുകൾ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിലായിരിക്കും. ഇതിൻ്റെ ഇടത് സൈഡിലൂടെ റോട്ടിലൂടെ വരുന്ന സമയത്തായിരുന്നു ബ്ലോക്കുകൾ കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ഭാഗത്തുനിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വേങ്ങര റോഡ് ക്രോസ് ചെയ്യുമ്പോഴായിരുന്നു കുറച്ച് ബ്ലോക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൂടെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയതോടെ ആ ബ്ലോക്കൊക്കെ ഒഴിവായിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ വാഹനങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ കോട്ടക്കൽ, ചെങ്കുവട്ടി കുറച്ച് മുമ്പ് ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ ബ്ലോക്ക് അനുഭവിക്കുന്നത്. കോട്ടക്കൽ ടൗണിന് കടന്നു പോകാൻ വേണ്ടിയാണ്. ആ ഭാഗത്താണ് ഇനി വളരെ കുറഞ്ഞ വർക്കുകൾ മാത്രമാണ് കോട്ടക്കൽ ഭാഗത്ത് ശേഷിക്കുന്നത്. അത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവാൻ സാധ്യതയുണ്ട്. മണ്ണ് ലെവലിങ് കഴിഞ്ഞ ഭാഗത്ത് ഇവർ ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ വേഗത്തിൽ അവിടെയാണ് കട്ട വെച്ചുള്ള വർക്കുകൾ നടക്കുന്നത്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി മണ്ണ് ഫില്ലിംഗ് ഉള്ളത്. ഇതിന് മുൻഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കാണുന്നുണ്ട്. ഇതാണ് ക്രാഷ് ബാരിയർ. ക്രാഷ് ബാരിയറുകൾ ഇങ്ങനെ റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറുകളാണ്. ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണേ. ഇവിടെ അതിൻ്റെ ഭാഗത്ത് വരുന്ന ഈ കമ്പി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇവരെ കമ്പനീൻ്റെ
ഒരു പെട്രോൾ കൊടുക്കുന്ന ഡീസൽ കൊടുക്കുന്ന ഒരു വണ്ടിയാണിത്. ഇവരെ ഇതുപോലുള്ള ലോറികൾക്കൊക്കെ കാണാം നമുക്ക് KNRCൻ്റെ അപ്പോൾ ഡീസൽ ടാങ്കറാണിത്. ഇവിടെ കാണാം നമുക്ക് ഈ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ചെയ്ത ഭാഗത്ത് ടാർ ഒഴിച്ചിട്ടുണ്ട്. ടാർ ഒഴിച്ചത് കാണാം. അവിടെയൊക്കെ ഇതുപോലെ ടാർ ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരുമിച്ചായിരിക്കും ടാറിങ് വർക്ക് നടക്കുക. അപ്പോൾ ഇത്രയും ഭാഗത്ത് ഇനി വളരെ കുറച്ച് ഭാഗം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഭാഗത്ത് മാത്രമാണ് മണ്ണ് ഫില്ലിംഗ് ഉള്ളത്. പിന്നെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് അവിടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമുക്ക് ക്രാഷ് ബാരിയർ വെക്കുന്ന ഭാഗത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ലൈറ്റിന് കാല് കൊടുക്കുന്ന ഭാഗത്താണ് അവരിപ്പോൾ ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. ആ ഭാഗത്ത് ഉള്ള സിമെൻറ്റ് വീണ്ടും ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ മെഷീൻ ഉപയോഗിച്ചാകുമ്പോൾ വളരെ വേഗത്തിലായിരിക്കും വർക്കുകളൊക്കെ നടക്കുക. അപ്പോൾ ഇനി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ടാർ ചെയ്ത ഭാഗത്തൊക്കെ ഇവർ ക്രാഷ് ബാരിയർ വെക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടുന്ന് അങ്ങോട്ടുള്ള ഭാഗം നമ്മൾ കാണിച്ചിരുന്ന പാലത്തിൻ്റെ വരുന്ന ആ ഭാഗത്തേക്ക് അവിടെ നിന്നൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ മാത്രമാണ് ടാറിങ് ചെയ്യാനുള്ളത്. കാണാം നമുക്ക് ഇത്രയും ഭാഗത്തുനിന്ന് ഇങ്ങോട്ടുള്ളതാണ് ടാറിങ് ചെയ്യാനുള്ളത്. ഏകദേശം കുളപ്പുറത്ത് നിന്ന് വരുമ്പോൾ സെൻറ്റർ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഇവിടുന്ന് പകുതിയോളം ഭാഗത്തേക്ക് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ ടാറൊക്കെ ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് കുളപ്പുറം കൂരിയാട് ഭാഗത്ത് ടാറിങ് ചെയ്യാനുള്ളത്. ഇവിടെ റോഡൊക്കെ വിണ്ടു പോയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കോട്ട് ടാറിങ് ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യുമ്പോൾ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കുളപ്പുറം കൂരിയാടിൽ വന്നിട്ടുള്ള പുതിയൊരു മാറ്റം. കുറേ പേര് മെസ്സേജിലൂടെ ചോദിച്ചിരുന്ന് കുളപ്പുറം കൂരിയാട് എന്തായിന്ന്. അപ്പോൾ ഇതാണ് പ്രവാസി സുഹൃത്തുക്കളാണ് കൂടുതൽ ഇങ്ങനെ കമൻറ്റിലൂടെ ചോദിച്ചിരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകാൻ സാധ്യമാകുള്ളൂ. വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് സാധിക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.